C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കണ്ടോ, മോതിരം മാറിയതേ ഉള്ളൂ. അവരുടെ കളിയും ചിരിയും കണ്ടില്ലേ? ഇപ്പോഴേ അവര് പരസ്പരം അടുത്തു കഴിഞ്ഞു. അതിനിപ്പോ നിനക്കെന്ത് വേണം? അല്ല, ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവര് ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞ അവരെത്രമാത്രം സ്നേഹിക്കും അല്ലേ? അവരുടെ ജീവിതം സ്വർഗായിരിക്കും അല്ലേ ഹിറ്റ്ലറെ? എനിക്കറിയില്ല. എങ്ങനെ അറിയാം? പോത്തിനറിയോ ഏത്തവാഴയുടെ ഗുണം? എന്തോന്ന്? ഓ, ഞാനൊരു ബനാന ചോക്ക് പറഞ്ഞതാ. പഴഞ്ചൊല്ല്. വേറെയും പഴഞ്ചൊല്ലുണ്ട്. എന്തോന്ന്? ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ലാന്ന്. മനസ്സിലായോ? എന്റെ ദൈവമേ, അവരുടെ ജീവിതമെങ്കിലും സന്തോഷാക്കി കൊടുക്കണേ. എന്റെ അവസ്ഥ ലോകത്ത് ഒരു പെണ്ണിനും ഉണ്ടാക്കല്ലേ. പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും അവര് നല്ല ദമ്പതികളായിട്ട് ജീവിക്കട്ടെ. ഈശ്വരാ. ഈ ഡിക്ക് നാണമില്ലേ? അവിടെ പോയി മോതിരം മാറ്റൽ ചടങ്ങ് നടത്താൻ? കല്യാണം നടത്താനുള്ള പണവും സ്വർണവും കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ഡിക്ക് എങ്ങനെ ഓരോന്നിന്റെ പിന്നാലെ നടക്കുന്നേ? അനിയത്തിയുടെ കല്യാണം നടത്തേണ്ടത് ഏട്ടന്റെ കടമയല്ലേ? ആ കടമ നിർവഹിക്കണ്ടേ? എന്ത് കടമ വേണമെങ്കിലും നിർവഹിക്കട്ടെ. എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട സ്വർണവും പണവും അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി ഡിക്ക് ചെലവഴിക്കുന്നത്. അത് മറക്കരുത്. നമുക്കതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ യാതൊരു അവകാശവും ഇല്ലല്ലോ. നമ്മളൊക്കെ കൂലിക്കാരെ പോലെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ? സ്റ്റോപ്പ് ഇറ്റ്. ഇനിയെങ്കിലും ഈ കുറ്റപ്പറച്ചിലും നിർത്തിക്കൂടെ? നിങ്ങൾക്ക് ചെയ്യാൻ വേറെ എന്തെല്ലാം ജോലികളുണ്ട്, പറയാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വെറുതെ എന്തിനാ ഏട്ടനെ ഏട്ടത്തെയും കുറ്റപ്പെടുത്തുന്നത്? ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം ഏട്ടൻ നടത്തുന്നതിന് ഒരു തെറ്റുമില്ല. അത് അദ്ദേഹത്തിന്റെ കടമയാ. നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തോ പണമോ ഒന്നും ഏട്ടനെടുത്ത് ആർക്കും കൊടുക്കില്ല. അതിൽ നിങ്ങൾക്ക് ഒരാശങ്കയും വേണ്ട. ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. നിങ്ങളുടെ ഏട്ടത്തമ്മയുണ്ടല്ലോ ജ്യോതി, അവരുടെ തലയണ മന്ത്രം കേട്ടിട്ടാ ഇതൊക്കെ ഡിക്ക് ചെയ്യുന്നത്. ഏട്ടത്തെ കുറ്റം പറയരുത്. ഓ, ഏട്ടത്തിയെ കുറ്റം പറഞ്ഞ അനിയൻ ഇപ്പോഴും പൊള്ളും അല്ലേ? അതെ, എന്റെ ഏട്ടത്തെ കുറ്റം പറഞ്ഞ എനിക്ക് പൊള്ളും. ദേ, എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് ഒരു കാര്യം പറയാനുണ്ട്. ഭാര്യമാരെ മര്യാദക്ക് നിലയ്ക്ക് നിർത്തിക്കോണം. അതിന് കഴിവില്ലെങ്കിൽ പെണ്ണ് കെട്ടാൻ പോകരുത്. അതെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അമരാവതിയിൽ നിങ്ങൾക്കുള്ള അവകാശം എന്താണോ അത് ഞങ്ങൾക്കുണ്ട്. ചാവലിപ്പെട്ട് കുറയ്ക്കുമ്പോൾ എന്റെ അടുത്ത് കുറയ്ക്കാൻ വന്നാണല്ലോ, വാരിയെടുത്ത് ഭിത്തിയിലടിക്കും ഞാൻ. എന്നെ പഴയ ശിവയാക്കരുത്, പറഞ്ഞേക്കാം. അതെ, ഇത്രയും നാള് ഞങ്ങള് ചാവാലിപ്പട്ടിയെ പോലെ തന്നെയാ ഈ വീട്ടിൽ ജീവിച്ചത്. പക്ഷേ ഇനി അങ്ങനെ ജീവിക്കാൻ ഉദ്ദേശമില്ല. ഞങ്ങളാരും ആരുടെ അടിമകളൊന്നുമല്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കും അവകാശപ്പെട്ട വീട് തന്നെയാ ഇത്. ഇവിടെ ഞങ്ങൾക്കും ചില സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട്. ഈ അമരാവതി എന്ന പേര് ഒരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചുണ്ടായതൊന്നുമല്ല. അതിൽ തന്നെയുണ്ട് ഞങ്ങളുടെ അമ്മയുടെ പേരിന്റെ പകുതി. നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്ത സഹോദരിയെ മറക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ മറക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വീടായത്. ഇവിടെ ഞങ്ങൾക്കുള്ള അവകാശം ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. എന്താ ഇത്? വാട്ട് ഈസ് ദിസ്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ശിവ, എന്താ പ്രോബ്ലം? ഇവർ ഈ വീട്ടിലുള്ള ഇവരുടെ അവകാശത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അമരാവതി എന്നത് ഇവരുടെ അമ്മയുടെ പേരിന്റെ പകുതി കൂടി ചേർന്നതാണല്ലോ. എസ് കെ ഞങ്ങളോട് അവകാശം പറഞ്ഞ ഞങ്ങൾക്കും തിരിച്ച അവകാശം. മോള് ആ വീഡിയോ കണ്ടിരുന്നു. എന്നിട്ട്
പകുതിക്ക് വെച്ച് ഷൂട്ടിംഗ് മതിയാക്കി ഹോട്ടലിലേക്ക് പോയി. എന്നിട്ട് തമ്പിയോട് ശിവയെ കുറിച്ച് അന്വേഷിച്ചു. സഹദേവൻ, വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തന്നെ ബാംഗ്ലൂർക്ക് പോണം. അവളെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. മാഡം കൂടി വരുന്നതല്ലേ നല്ലത്. അത് വേണ്ട. ഈ അവസ്ഥയിൽ ഞങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ച അത് വലിയ വഴക്കിലേ എത്തും. സഹദേവൻ സംസാരിച്ചാൽ മതി. ശരി മാഡം. ഒന്നുകിൽ സിനിമ, അല്ലെങ്കിൽ വിഘ്നേശ്വറുമായിട്ടുള്ള കല്യാണം. രണ്ടിലൊന്ന് സമ്മതിപ്പിച്ചിട്ടേ മടങ്ങി വരാവൂ. ഞാൻ ഏറ്റു മാഡം. എന്നാ പിന്നെ പോയി ടിക്കറ്റിനുള്ള ഏർപ്പാടി. ശരി മാഡം. സഹദേവ. എന്തേ മാഡം? ഒരു കാര്യം അവളോട് പ്രത്യേകം പറഞ്ഞിട്ടേ വരാവൂ. ഒരിക്കൽ പറ്റിയ കയ്യബദ്ധം ഇനി ആവർത്തിക്കില്ലെന്ന്. അധികം കളിച്ച അവൻ ഈ ഭൂമിയിലെ ഉണ്ടാവില്ലെന്ന് അവളോട് പറഞ്ഞേക്ക്. ഇത് എന്റെ തീരുമാനം. പൊയ്ക്കോ. ശിവകൃഷ്ണ, വീട്ടില്ല ഞാൻ അവനെ. അർജുൻ, അർജുൻ, എന്താ മാഡം? കൊറേ നേരമായില്ലോ പോയിട്ട്. ഞാൻ പറഞ്ഞ കാര്യം അക്കൗണ്ട്സിൽ പറഞ്ഞില്ലേ? പറഞ്ഞു മാഡം. ആ ഫയല് ഗൂഗിൾ സാറിന്റെ കയ്യിലെന്നാ അവര് പറയുന്നത്. ഗൂഗിൾ ഓഫീസിലില്ലേ? ഇല്ല മാഡം. കുറെ ഫയല് ഗൂഗിൾ സാർ മേശകത്ത് കൂട്ടിയിട്ടാ പോയിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ആ ഫയൽ. എന്താ ഇവരൊക്കെ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറുന്നേ? ഇത് അതിന്റെ ഒന്നല്ല മാഡം. മാഡത്തെ ഓഫീസിന്റെ ചുമതല ഏൽപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയതാ ഇതൊക്കെ. നോക്കട്ടെ ഏതുവരെ പോകുന്നു. ഈ ഫയല് ഒന്നും കൊടുത്തേക്ക്. ശരി മാഡം. May I come in, madam? Yes, come in. ഓ, അപ്പോ ബഹുമാനിക്കാനൊക്കെ അറിയാം. മുതലാളിയെ ബഹുമാനിക്കാതെ പറ്റില്ലല്ലോ. ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ ആ കാരണവും പറഞ്ഞ് ജോലിയിൽ നിന്നെങ്ങാനും പിരിച്ചു വിട്ടാലോ? വീട്ടില് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആണേലും എന്റെ ശമ്പളം കൊണ്ടാ അവര് ജീവിക്കുന്നത്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നല്ലേ ഓഫീസിലേക്ക് വരുന്നത്. വാ, വന്നിരിക്കും. കണ്ടില്ലേ, നിങ്ങളുടെ കസേരയിൽ ഞാൻ ഇതുവരെ കയറി ഇരുന്നിട്ടില്ല കേട്ടോ. ഞാനിവിടെ ഈ കസേരയിലെ ഇരിക്കുന്നു. ഏത് കസേരയിൽ ഇരിക്കണം തീരുമാനിക്കേണ്ടത് അവനവനാ. നിന്റെ യോഗ്യത ആ കസേരയിൽ ഇരിക്കാനേ ഉള്ളൂ എന്ന് നീ തീരുമാനിച്ചെങ്കിൽ നീ ഇപ്പൊ ഇട്ടിരിക്കുന്ന ആ കസേര അവിടെ തന്നെ കിടക്കട്ടെ. അയ്യോ, കളിയാക്കല്ലേ ചേട്ടാ. വേണമെങ്കിൽ ഞാൻ എന്റെ കസേര ഇപ്പൊ തന്നെ എടുത്ത് മാറ്റാം. എന്നിട്ട് നിങ്ങളുടെ കസേര കയറിയിരിക്കാം. എന്തായാലും ഇനി അത് വേണ്ട. തൽക്കാലം നീ ഇട്ട കസേര അവിടെ തന്നെ കിടക്കട്ടെ. ഇരിക്കുന്നില്ലേ? ഇരിക്കേ. എന്തായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇനി ഒരവസരവും വേണ്ട. ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ കടലാസ് കഷ്ണം പോലെയാ ആ ഓർമ്മകളൊക്കെ എനിക്കിപ്പോ. അതൊന്നും നിവൃത്തി വായിച്ചു നോക്കാൻ എനിക്ക് ഇഷ്ടമില്ല ഏട്ടാ. ഏട്ടൻ പേടിക്കണ്ട. ഏട്ടൻ കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കില്ല.
ഈ വീടിപ്പോ വലിയ സന്തോഷത്തിലാണ്. ചെറിയ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെയാണ് ഇപ്പൊ അമരാവതിയിലെ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം ഇല്ലാതാക്കാൻ ഈ സ്ത്രീയെപ്പോലെ ചില ജന്മങ്ങൾ ഇനിയും വന്നേക്കാം. അതിന് നമുക്കൊന്നേ ചെയ്യാനുള്ളൂ. എന്താ ഏട്ടാ? ഏട്ടൻ പറ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ ഒരു കല്യാണം കഴിക്കണം. എന്താ നീ ഒന്നും പറയാത്തത്? ഒരു കല്യാണം കഴിച്ചുകൊണ്ട് എന്റെ ജീവിതം ഇതിനേക്കാൾ നല്ലതാവുന്ന ഏട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെയായിരുന്നുവെങ്കിൽ സുപ്രിയേട്ടത്തിക്ക് പകരം ജ്യോതി ഏട്ടത്തിയെ യഥാർത്ഥ ഭാര്യയായിട്ട് അംഗീകരിക്കുമായിരുന്നില്ലേ? എന്തേ ഏട്ടനതിന് കഴിഞ്ഞില്ല? ജ്യോതി ഏട്ടത്തിയെ പോലെ ഒരാൾ കൂടി ഇനി ഈ വീട്ടിൽ വേണോ ഏട്ടാ? വേണ്ട ഏട്ടാ, എനിക്കിനി ഒരു കല്യാണമേ വേണ്ട. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഈ ജീവിതം ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചു തീർക്കാനാ എന്റെ പ്ലാൻ. ശിവ, എന്റെ ജീവിതം കണ്ട് നീ അനുകരിക്കാൻ ശ്രമിക്കരുത്. ഏട്ടാ, എന്റെ റോൾ മോഡൽ എന്നും എന്റെ ഏട്ടൻ തന്നെയായിരുന്നു. ഏട്ടൻ പറയുന്ന വാക്കിനപ്പുറം ഈ അനിയൻ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല, ഇനി സഞ്ചരിക്കുകയില്ല. പക്ഷേ ഇതിന് മാത്രം എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ അമ്മയുടെ ആഗ്രഹവും നീ ഒരു കല്യാണം കഴിക്കണമെന്നാ. ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ ഏട്ടൻ എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? സുപ്രിയേട്ടത്തിക്ക് പകരം ജ്യോതി ഏട്ടത്തിയും ഏട്ടനും എന്നൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നോ അന്ന് ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കാം. ശിവ, ഏട്ടാ, ജ്യോതി ഏട്ടത്തി ഒരു പാവ. സ്നേഹം നിഷേധിച്ച് ഒടുവിൽ ഒരു ദിവസം ഏട്ടത്തിയെ സ്നേഹിക്കണം തോന്നുമ്പോ ഏട്ടന്റെ അരികില് ജ്യോതി ഏട്ടത്തി ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് ഏട്ടൻ ജ്യോതി ഏട്ടത്തി സ്നേഹിക്കണം. നിങ്ങൾ രണ്ടും ഒന്നാവണം. അങ്ങനെ വന്നാ ഞാനൊരു കല്യാണത്തിന് സമ്മതിക്കാം. അവളിപ്പോ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അല്ല, ശിവ ഇപ്പോഴും വിവാഹം കഴിക്കാതെ നിൽക്കുന്നതാ അവളുടെ പ്രശ്നം. ആ സ്ത്രീ എന്തിനാ ഇടയ്ക്കിടെ ശിവയുടെ പേര് പറഞ്ഞ് ഇവിടേക്ക് വരുന്നത്? ചേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? നിനക്കെന്ത് സംശയം? അല്ല, ഈ ഹിരൺമയ്ക്ക് ഈ വീടുമായിട്ട് വേറെന്തേലും ബന്ധമുണ്ടോ? എന്ത് ബന്ധം? അല്ല, ഈ ശിവ അവരുടെ മകളെ പണ്ടെങ്ങോ പ്രേമിച്ചിട്ടുണ്ട് എന്ന ബന്ധമല്ലാതെ മറ്റെന്തെങ്കിലും ബന്ധം അമരാവതിയായിട്ട് അവർക്കുണ്ടോന്ന്? അമരാവതിയുമായിട്ടില്ല, പക്ഷേ അമ്മാവന്റെ തറവാടുമായിട്ട് എന്തോ അകന്ന ബന്ധമുണ്ട്. പക്ഷേ അവരുടെ ഈ വരവില് എനിക്ക് വേറെന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. എന്ത് സംശയം? എസ് കെയുടെ കയ്യിൽ നിന്നും മകളെ രക്ഷിക്കാനുള്ള വരവാണെന്ന് പറയുമ്പോഴും അതല്ലാത്ത എന്തോ ഒന്ന് അവരുടെ ഉള്ളിലുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. എന്ത് ചെയ്തിട്ടായാലും എനിക്ക് പ്രിയെ കല്യാണം കഴിച്ചേ പറ്റൂ. ഞാൻ അവളെ ഒരുപാട് ആഗ്രഹിച്ചു പോയതാ. ഇപ്പോ ആ DK അവളെ വേറൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പോവാ. കപ്പിനും ചുണ്ടിനും ഇടയില് അവളെനിക്ക് നഷ്ടപ്പെട്ടു. അവളോട് അത്രയ്ക്ക് സ്നേഹമാണോ നിങ്ങൾക്ക്?
അവളോടുള്ള സ്നേഹമല്ല എന്റെ വിഷയം. DKയോടുള്ള വാശിയ. പഴയ DK ഇനി വെറും ഓർമ്മ മാത്രമായ ചെയ്. ഇങ്ങനെ പോയാലേ അവൾ ഉടനെ ഡബിൾ സെഞ്ചുറി അടിക്കും. എന്താ പറഞ്ഞേ? നമ്മളെക്കാളും മുന്നേ ആ ജ്യോതി ഇരട്ട കുട്ടികളെ പ്രസവിക്കുന്നു. മായച്ചി, ഇത് സത്യമാണോ? എന്ത്? ഈ മോഹനഗൗരി മന്ത്രം ജ്യോതി പറഞ്ഞതേ. നിനക്കെന്താ ഭ്രാന്ത? അവള് പറ്റിച്ചതാടി. എനിക്കങ്ങനെ തോന്നുന്നില്ല. അവള് പറഞ്ഞു കേട്ടപ്പോ തന്നെ മനസ്സിൽ എന്തോ ഒരിത്. എന്തായാലും ഞാനതൊന്ന് പരീക്ഷിക്കും. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് വന്നേ. എന്താ? എന്തിനടി ഇങ്ങനെ അടുത്ത് കൂവി വിളിക്കുന്നേ? അമ്മേ, അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ കൊറേ നേരമായിട്ട് വിളിക്കുക. അച്ഛൻ എവിടെ പോണെന്ന് പറഞ്ഞിട്ടാ പോയേ? ആരെയോ കല്യാണം വിളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാ പോയത്. ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നെന്നറിയോ? അച്ഛനാണെങ്കിൽ ഫോൺ എടുക്കുന്നേ ഇല്ല. അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അച്ഛൻ ഇങ്ങോട്ട് വരുമല്ലോ. അവിനാശിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് അമ്മേ. അമ്മേ, ഈ കല്യാണം മുടക്കാൻ അവൻ എന്തും ചെയ്യും. എന്റെ ദൈവമേ, അച്ഛൻ ഇനി അവൻ എന്തെങ്കിലും... അങ്ങനൊന്നും ഉണ്ടാവില്ല. അമ്മേ, നമുക്കിത് ചേച്ചി വിളിച്ച് പറഞ്ഞാലോ? കുറച്ചു നേരം കൂടി നമുക്ക് നോക്കാം. തൽക്കാലം നീ ഒന്ന് സമാധാനപ്പെട്. ആശാലത, സ്നേഹമുള്ള ഭാര്യ. ഭർത്താവ് എവിടാന്നറിയാനായിരിക്കും വിളിക്കുന്നത്. പക്ഷേ അങ്കിൾ ഇവിടെയാണെന്ന് ആരും അറിയണ്ട. അങ്കിൾ, സമയം ഒരുപാട് ലേറ്റ് ആവുന്നു. ഞാൻ ചോദിച്ചുള്ള ഉത്തരം അങ്കിൾ ഇതുവരെ പറഞ്ഞില്ല. എന്നെ കൊന്നാലും നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. എന്താ അങ്കിളെ, എനിക്കാരെയും കൊല്ലാൻ പറ്റില്ല, പ്രത്യേകിച്ചും അങ്കിളിനെ. ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന പ്രിയയുടെ അച്ഛനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എനിക്കത് നമ്മൾ ഇനി ഇത് ജ്യോതിമോളോട് പറയണം, അവളത് DKയോട് പറയണം. ഇതറിഞ്ഞാ പിന്നെ DK വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തിനാ മോളെ വെറുതെ? എന്നാലും ഒരെന്നാലും ഇല്ല. ഒരു പെങ്കൊച്ചിന്റെ കല്യാണ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അവൻ എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും ഞാൻ ക്ഷമിച്ചത് എന്റെ മോക്ക് വേണ്ടിയാ. മോളെ, ക്ഷമിക്കുന്നത് ഒരിക്കലും ബലഹീനതയാണെന്ന് നിങ്ങൾ കരുതരുത്. ഈ ഭൂമിയിലെ ഏറ്റവും ശക്തമായ ആയുധം ക്ഷമ തന്നെ.
അവന് കിട്ടാനുള്ളത് തക്ക സമയത്ത് കിട്ടും. തൽക്കാലം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അവിനാഷാണ് ഇത് ചെയ്തതെന്ന് ആരോടും പറയരുത്. അച്ഛാ, ഞാൻ കാരണമാണല്ലോ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടന്നു കിട്ടണം. അച്ഛാ, കഴിച്ചിട്ട് വേണ്ട. അവിനാഷാണല്ലോ. ഇവൻ എന്തിനാ എന്നെ വിളിക്കുന്നു? ഈശ്വര, അച്ഛൻ. ഹലോ. ആ ചേച്ചി, അച്ഛൻ എങ്ങനുണ്ട്? കുഴപ്പമൊന്നുമില്ലോ അല്ലേ? എന്താ പറഞ്ഞേ? ചേച്ചിയുടെ അച്ഛനും ഞാനും തമ്മിലെ ഒരു അഭിമുഖ സംഭാഷണം നടത്തി. അത് കഴിഞ്ഞ് സുരക്ഷിതമായിട്ട് ഞാനങ്ങ് എത്തിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചൂടാക്കി ഒന്ന് ആവി പിടിച്ചു കൊടുക്കാൻ രണ്ടാനമ്മയോടൊന്ന് പറഞ്ഞേക്കണേ. നിർത്തടാ. എന്റെ അച്ഛനെ നീ എന്തോ ചെയ്തിട്ടുണ്ടല്ലേ? കൊല്ലും നിന്നെ ഞാൻ. അയ്യേ, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. മൂപ്പർക്കേ ഈ അഭിമുഖ സംഭാഷണം നടക്കെ ഒരു തലചുറ്റലുണ്ടായി. ഉടനെ ഞാൻ എന്റെ ഡ്രൈവറോട് പറഞ്ഞു സുരക്ഷിതമായിട്ട് എത്തിക്കണമെന്ന്. എത്തിക്കുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭാവി അമ്മായിച്ചനല്ലേ. അങ്ങനെ ഒരു ആഗ്രഹം നീ സ്വപ്നം പോലും കാണണ്ട. പ്രിയക്ക് നിന്നെ കാണുന്നതേ വെറുപ്പാ. അയ്യോ, അങ്ങനല്ല ജ്യോതി. നിങ്ങൾ അവിടെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനൊരു പാവമാ. പ്രിയയെ ഞാനിന്ന് സ്നേഹിച്ചു പോയി. ഇനി എനിക്ക് അവളെ മറക്കാൻ വയ്യ. ജ്യോതി, എനിക്കൊരു സഹായം ചെയ്യണം. പ്രിയയെ എനിക്ക് തന്നെ കല്യാണം കഴിച്ച് തരണം. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഇനിയും സംഭവിക്കും. ഇപ്പോ നിന്റെ അച്ഛനെ ഞാൻ ജീവനോടെ വിട്ടു. ഇതൊന്നും അവിടെ ആരോടും പറയണ്ടെന്ന് അച്ഛൻ പറയുന്നത്. ശരി ചേച്ചി. ജ്യോതിമോളോടെല്ലാം പറഞ്ഞില്ലേ? വേണ്ടായിരുന്നു മോളെ. ജീവിതത്തില് നമ്മൾ ആർക്കും ഒരു ബാധ്യതയാവരുത്. ഇത് കേട്ടിട്ട് ഇനി DK വെറുതെ ഇരിക്കുമെന്ന് നോക്കു തോന്നുന്നുണ്ടോ?
ഇല്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. എന്റെ അച്ഛനെ അയാള് തൽക്കാലം ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതി. അതുവരെ ഒരു വഴക്കും വേണ്ടെന്നോ അച്ഛൻ പറയുന്ന. അച്ഛന് പക്വതയുണ്ട്, ബുദ്ധിയും വിവേകമുണ്ട്. അച്ഛൻ പറയുന്ന ശരി. ആദ്യം കല്യാണം, ബാക്കിയൊക്കെ അത് കഴിഞ്ഞ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.